ഹായ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ ഏറ്റവും ടഫസ്റ്റ് ക്ലാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ലെസൺ നമ്പർ 4 പറയാം. അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ലെറ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഓക്കെ, അപ്പോൾ ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിങ് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ചെയ്യാൻ കിട്ടില്ല, ആൻസറേ കിട്ടില്ല, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം ഈ ഒരു ക്ലാസ്സിലായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം എവരിവൺ, മൈ നെയിം ഇസ് ദിനേശ്, യു ആർ വാച്ചിങ് ബിൽഡ് യുവർ കരിയർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് കോഡിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അടുത്തൊരു 3 ടൈപ്പാണ്, അതായത് ഫോർവേഡ്, ബാക്ക്വേഡ്, മിക്സഡ് സീക്വൻസ് കോഡിംഗ്. ഓക്കെ, ഈ ഒരു 3 ടൈപ്പാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അത്യാവശ്യം നല്ല ടഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫോർവേഡ് സീക്വൻസ് കോഡിങ്ങിനും ബാക്ക്വേഡ് സീക്വൻസ് കോഡിങ്ങിനും മിക്സഡ് സീക്വൻസ് കോഡിങ്ങിനും ഇതിനും ഓരോ ടൈപ്പായിട്ട് ഇങ്ങനെ ഒരു കോഡുണ്ട്, ഇങ്ങനെയൊക്കെ കോഡിങ് വരാം എന്ന് പറഞ്ഞ് ഒരു 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ പറയും ഈ ഒരു ക്ലാസ് വേണ്ട, ഇതിൻ്റെ ഒരു മാർക്ക് തന്നെ നമുക്ക് വേണ്ട, ഞാനത് വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അത് സ്കോർ ചെയ്തോളാം എന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇപ്പം ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് മൊത്തം അറിയാമെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫോർവേഡ് സീക്വൻസ് കോഡിങ്ങിൻ്റെയും ബാക്ക്വേഡ് സീക്വൻസ് കോഡിങ്ങിൻ്റെയും സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഇതേപോലെ 4 സംഭവങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോളൂ. നമുക്കൊരു 10-12 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇവിടെ നെയിം അതിവിടെ എഴുതിയിരിക്കുന്നത് MZLD എന്ന്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പ്യൂൺ, PEON, ഇതിൻ്റെ കോഡഡ് ലാംഗ്വേജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെയിം എങ്ങനെ MZLD എന്ന് വന്ന് ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ N M ആകുന്നു, A Z ആകുന്നു, M L ആകുന്നു, E കഴിഞ്ഞ് D വരുന്നു. ഇതെങ്ങനെ വരുന്നു? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. അതായത് ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എയിൽ നിന്ന് Z വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, എയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് Z കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ M കഴിഞ്ഞാണ് N വരുന്നത്. അപ്പോൾ N നിന്ന് M വരാൻ എന്ത് ചെയ്യണം? N നിന്ന് ഒരക്ഷരം കുറയ്ക്കണം, അപ്പോൾ M കിട്ടും. ഓക്കെ, അതായത് JKLMN. ഓക്കെ, അതായത് N വരാൻ നേരത്തെ N എന്ന അക്ഷരത്തിൻ്റെ അവിടെ കോഡ് ചെയ്തേക്കുന്നത് M എന്ന അക്ഷരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ N നിന്ന് ഒരക്ഷരം ഇവിടെ കുറച്ചു, അപ്പോൾ M കിട്ടി. ഓക്കെ, നെയിം എന്ന വേർഡിൻ്റെ 3ാമത്തെ അക്ഷരമായ എമ്മിൻ്റെ അവിടെ കോഡ് ചെയ്തേക്കുന്ന L ആണ്. അപ്പോൾ ഇവിടെ നോക്കി എമ്മിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ L കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്യൂൺ എങ്ങനെ കോഡ് ചെയ്യാം? അതായത് ഇവിടെ കിട്ടിയേക്കുന്ന എല്ലാ അക്ഷരത്തിൻ്റെ ജസ്റ്റ് 1 കുറയ്ക്കാം. ഓക്കെ, ആദ്യമേ തന്നെ എന്നിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? M കിട്ടും. ഓക്കെ അല്ലേ? JKMLNO. ഓക്കെ, അടുത്ത ഓയിൽ നിന്ന് അടുത്ത അക്ഷരം കിട്ടാൻ എന്ത് ചെയ്യണം? ഓയിൽ നിന്ന് 1 കുറച്ച്, അപ്പോൾ N കിട്ടി. എയിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് D കിട്ടി. പിയിൽ നിന്ന് 1 കുറയ്ക്കാൻ അടുത്ത് നമുക്ക് O കിട്ടും. ഓക്കെ, ODNM ആണ് പ്യൂണിൻ്റെ കോഡഡ് ലാംഗ്വേജ്. സംഭവം കിട്ടില്ല. അടുത്തത് സ്പാർക്ക്, SPARK. ഇതിവിടെ കോഡ് ചെയ്തേക്കണേ TQBSL എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഫ്ലെയിം, ഇതിൻ്റെ കോഡഡ് ലാംഗ്വേജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആണ്. നോക്കി, S കഴിഞ്ഞ് T വരുന്നു, P കഴിഞ്ഞ് Q, AB, RSTU, KLMO. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. അടുത്ത അക്ഷരം, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ അക്ഷരമുണ്ട് അതിൻ്റെ അടുത്ത അക്ഷരം എടുത്താൽ നമുക്ക് ആൻസർ ആയി. F കഴിഞ്ഞ് വരുന്നത് G, L കഴിഞ്ഞ് M വരുന്നു, A കഴിഞ്ഞ് B വരുന്നു, M കഴിഞ്ഞ് N വരുന്നു, E കഴിഞ്ഞ് F വരുന്നു. ഇതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർസ്, MARS. ഇത് കോഡ് ചെയ്തേക്കണേ ZNEF. നമുക്ക് കണ്ടുപിടിക്കേണ്ട അക്ഷരം ആർംസ്, ഇതിൻ്റെ കോഡഡ് ലാംഗ്വേജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കുറച്ച് ടഫാണ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർസ്, എമ്മിൻ്റെ ഇവിടെ Z വന്നിരിക്കുന്നു, എയുടെ ഇവിടെ N, ആറിൻ്റെ ഇവിടെ E വരുന്നു, എസിൻ്റെ ഇവിടെ F വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കണം. ഓക്കെ, ശരിക്കും ഇങ്ങനെ ഒന്നും എഴുതേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ആൽഫബറ്റിക് ഓർഡർ അറിയാമെങ്കിൽ നമുക്ക് തന്നെ ജസ്റ്റ് കയ്യിലൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഡിഫറൻസ് കിട്ടും. എമ്മിൻ്റെയും ഇസഡിൻ്റെ ആ ഡിഫറൻസ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എയുടെയും എന്നിൻ്റെയും ഈക്വൽ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എമ്മിൻ്റെയും ഇസഡിൻ്റെയും എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. ഇസഡ് 13ാമത്തെ അക്ഷരമാണ് ഇസഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ എന്നിൻ്റെ നമുക്ക് നോക്കാം. 9, 10, 11, 12, 13. അപ്പോൾ 13ാമത്തെ അക്ഷരം എന്നായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മുകളിലും താഴെയും ഉള്ള എല്ലാ അക്ഷരങ്ങളുടെ ഡിഫറൻസ് 13 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആംസിന്റെ കണ്ടുപിടിക്കല. എ കഴിഞ്ഞ് 13ാമത്തെ ലെറ്റർ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എ കഴിഞ്ഞ് ഇവിടെ 13ാമത്തെ ലെറ്റർ ഇവിടെ എന്താ വരുന്നത്? എൻ ആണ് വരുന്നത്. അതൊക്കെ ആറിൻ്റെയോ? 6 കഴിഞ്ഞ് 13ാമത്തെ ലെറ്റർ ഇ ആണ് ഇവിടെ വരുന്നത്. അതും കിട്ടി. ഓക്കെ, എം കഴിഞ്ഞ് 13ാമത്തെ ലെറ്റർ ഇവിടെ ഇസഡ് ആണ് വരുന്നത്. കിട്ടിയല്ലോ. എസ് കഴിഞ്ഞ് 13ാമത്തെ ലെറ്റർ എഫ് ആണ് വരുന്നത്. സംഭവം സിമ്പിൾ. ഒരിക്കലും നമുക്ക് ഇത്രയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് ഇത്രയും വാരി വലിച്ച് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന്. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു കോമൺ സെൻസ് മതി, നമുക്ക് സമയം വെറുതെ നഷ്ടമാക്കണ്ട. ഇപ്പോൾ ആക്ച്വലി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ വീണ്ടും ഇതിൻ്റെയും ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഓക്കെ, ശരിക്കും നമുക്കൊരു ഓപ്ഷൻസ് കൂടി ഉണ്ടെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആദ്യത്തെ ഒരു 2 അക്ഷരം കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്ര ഉള്ള കാര്യം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നമ്മുടെ വേർഡ് പേഴ്സൺ PERSON അതിൻ്റെ കോഡഡ് ലാംഗ്വേജ് STXWJU. ഓക്കെ, അപ്പോൾ എല്ലാ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, തന്നിരിക്കുന്ന ആദ്യത്തെ നമ്മൾക്ക് അറിയാവുന്ന വേർഡ് ഇങ്ങനെ എഴുതണം, എന്നിട്ട് അതിൻ്റെ കോഡഡ് ലാംഗ്വേജ് അതിൻ്റെ താഴത്ത് എഴുതണം. അപ്പോൾ നമുക്ക് വേഗം കിട്ടും. ഓക്കെ, എന്നാൽ ഈ റീപ്ലേസ്മെന്റ് ഓഫ് ലെറ്റേഴ്സിലെ ഫോർവേഡ്, ബാക്ക്വേഡ്, മിക്സഡ് ഇത് പറയാൻ നേരത്ത് ഒരിക്കലും നമ്മൾ താഴ്ത്ത് എഴുതിയാൽ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇത് ഞാൻ ആദ്യമേ പറയാത്ത, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് അത് താഴ്ത്ത് ചെയ്താൽ യാതൊരു പ്രശ്നമില്ല, നമുക്ക് വേഗം കിട്ടിക്കോളും. ഓക്കെ, എന്നാൽ ഇത് നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മദറിൻ്റെ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. MOTHER. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. പി കഴിഞ്ഞ് എസ് വരുന്നു. ഓക്കെ, അപ്പോൾ പി കഴിഞ്ഞ് ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്. 3ാമത്തെ ലെറ്ററാണ് എസ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്ത് നോക്കി ഇ കഴിഞ്ഞ് ടി കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അത്യാവശ്യം നല്ല ലോങ് ആയിട്ടാണ് ടി കിടക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, കറക്റ്റ് ഒരു ഇങ്ങനെ സ്റ്റെപ്പായിട്ടില്ലേ, നമ്മളിപ്പോൾ ഏണി കയറിയില്ല, അതേപോലെ സ്റ്റെപ്പായിട്ട് വരും. അതേപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത്. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്കൊരു സംഭവം കിട്ടിയില്ലെങ്കിൽ നമ്മളിനി ഈ ഒരു ചെക്കിങ് ജസ്റ്റ് ഒന്ന് മാറ്റണം. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യേണ്ട രീതിയാണ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിൽ അടുത്ത സ്വിമ്മിംഗ് പൂൾ, അതേപോലെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ അടുത്ത സ്വിമ്മിംഗ് പൂൾ. ഓക്കെ അല്ലേ? സംഭവം കിട്ടില്ല. ഫസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് ബൈ ചെക്കിങ്ങും, അതായത് ഒരു ഏണി പോലെ. പിന്നെ വരുന്നത് സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ചെക്കിങ്ങും. ഓക്കെ, സംഭവം കിട്ടിയല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ 2 ടൈപ്പ് ചെക്കിംഗ് ആണ് ഈ ഫോർവേഡ്, ബാക്ക്വേഡ്, മിക്സിംഗ് കോഡിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്യാം. പി കഴിഞ്ഞ് യു വരുന്നു. അപ്പോൾ പി കഴിഞ്ഞ് ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, യു ഉണ്ട്. 5ാമത്തെ ലെറ്റർ ആണ് യു കിട്ടിയേക്കണം. നെക്സ്റ്റ് നോക്കാം. ഇ കഴിഞ്ഞ് എഫ് ഉണ്ട്, ജി, എച്ച്, ഐ, ജെ. ഇതും 5ാമത്തെ കിട്ടി. യുവും കിട്ടി, ജെയും കിട്ടി 5ാമത്തെ. അത് കഴിഞ്ഞ് ആറ് കഴിഞ്ഞ് എസ്, ടി, യു, വി, ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു 5ാമത്തെ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 ലെറ്റർ ഡിഫറൻസ് വരുന്ന കോഡിംഗ് ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മദറിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ മദറിൻ്റെ കോഡഡ് ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മദറിലും പേഴ്സണിലും കോമൺ ആയിട്ട് ഏതൊക്കെ ലെറ്റർ ഉണ്ട് അതിൻ്റെ കോഡിങ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഓയും ഇവിടെ കോമൺ ആണ്. അപ്പോൾ ഓയുടെ ഇവിടെ ലെറ്റർ കോഡിങ് വന്നേക്കണ ടി ആണ്. അപ്പോൾ നമുക്ക് മദറിൻ്റെ
രണ്ടാമത്തെ കോഡിങ് ചെയ്ത ലെറ്റർ നമുക്ക് ഇവിടെ കിട്ടി. ഓയുടെ സംഭവം കിട്ടിയില്ല. നെക്സ്റ്റ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഇ ആണ്. ഇയുടെ നോക്കിയേ ജെ വന്നു. ഓക്കെ, അതേപോലെ തന്നെ ആറും കോമൺ ആയിട്ടുണ്ട്. ആറിൻ്റെ ഇവിടെ വന്നേക്കണേ ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ രണ്ടെണ്ണം കിട്ടി. അതായത് ഇവിടെ മൊത്തം 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്. അവസാനത്തെ 5ഉം 6ഉം നമുക്ക് ലെറ്റേഴ്സ് കിട്ടി. അതായത് ഇയുടെ ജെയും ആറിൻ്റെ ഡബ്ല്യുവും നമുക്ക് കിട്ടി. സംഭവം കിട്ടിയാല ഓ കിട്ടി, ഇ കിട്ടി, ആർ കിട്ടി. ഇനി വേറെ ഏതെങ്കിലും ലെറ്റർ കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഇനിയുള്ള ലെറ്റേഴ്സ് ഒന്നും കോമൺ ആയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് എമ്മിൻ്റെ നോക്കാം. എം കഴിഞ്ഞ് എൻ ഒ പി ക്യു ആറ് കിട്ടി. നെക്സ്റ്റ് ടി നോക്കാം. ടി കഴിഞ്ഞ് യു വി ഡബ്ല്യു എക്സ് വൈ കിട്ടി. അത് കഴിഞ്ഞ് എച്ച് കഴിഞ്ഞ് ഐ ജെ കെ എൽ എം. ആൻസർ ആയേ? ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമുക്ക് ഓപ്ഷൻസ് കിട്ടാൻ നേരത്ത് ഓരോ സ്റ്റെപ്പ് കഴിയാൻ നേരത്ത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ കോമൺ ആയിട്ട് ലെറ്റർ എടുത്തില്ലേ, അപ്പോൾ തന്നെ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യണം. എപ്പോഴും ഓപ്ഷനായിട്ട് ഒരൊറ്റ ഒരെണ്ണം അതേപോലെ കിട്ടിയ ഒന്ന് നോക്കേണ്ട, അത് തന്നെ കുത്തിക്കോ. പിന്നെ വീണ്ടും കണ്ടുപിടിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം COME ഇത് കോഡ് ചെയ്തേക്കണേ EQOG. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫണ്ണ് കോഡ് ചെയ്തേക്കണേ HWP. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പിൻ്റെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? സ്വിമ്മിംഗ് പൂൾ പോലെ വരുന്ന ചെക്കിംഗ് ആണ് അത് കഴിഞ്ഞ് വരുന്നത്. സംഭവം കിട്ടില്ല. അപ്പോൾ സി കഴിഞ്ഞ് ഇ വരുന്നു. അപ്പോൾ സി കഴിഞ്ഞ് ഡി ഇ, 2 ലെറ്ററിന്റെ ഡിഫറൻസ്. അപ്പോൾ 2 ലെറ്ററിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ ആദ്യം കിട്ടിയേക്കണം. നെക്സ്റ്റ് ഒ കഴിഞ്ഞ് പി ക്യു, ഇവിടെ 2 വന്നു. എം കഴിഞ്ഞ് എൻ ഒ, അവിടെയും 2 വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ലെറ്ററിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കോഡ് ചെയ്തേക്കണം. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. എഫ് കഴിഞ്ഞ് ജി എച്ച്, അവിടെ 2 ലെറ്റർ കോഡിങ്. യു കഴിഞ്ഞ് വി ഡബ്ല്യു, അവിടെ 2 ലെറ്റർ കോഡിങ്. അപ്പോൾ നമുക്ക് മനസ്സിലായി LANKY കോഡ് ചെയ്ത് വരുമ്പോൾ എല് കഴിഞ്ഞ് 2 ലെറ്റർ എടുക്കണം. അപ്പോൾ എല് കഴിഞ്ഞ് എം എൻ കിട്ടി, എ കഴിഞ്ഞ് ബി സി കിട്ടി, എൻ കഴിഞ്ഞ് ഒ പി കിട്ടി. ഓക്കെ, നെക്സ്റ്റ് കെ കഴിഞ്ഞ് എൽ എം കിട്ടി, വൈ കഴിഞ്ഞ് ഇസഡ് എ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആകെ ഫോർവേഡും ബാക്ക്വേഡും മാത്രമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് മിക്സഡ് ആണ്. മിക്സഡ് കുറച്ചുകൂടി ടഫ് എന്നൊക്കെ നമുക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ മിക്സഡിനെ കുറിച്ച് എന്താണ് ഞാൻ മറ്റൊരു ക്ലാസ് നമുക്ക് നോക്കാം, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, രണ്ടും കൂടി ചെയ്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ അത്യാവശ്യം എല്ലാവിധ ടൈപ്പ് ഞാൻ പഠിപ്പിച്ചതിന് ശേഷം മിക്സഡിനെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നേരത്ത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ അത്യാവശ്യം എല്ലാവിധ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മിക്സഡ് നോക്കാൻ നേരത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.